ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ നിഫ്റ്റിയുടെ ചാർട്ടാണുള്ളത്. ഞാൻ നിഫ്റ്റി ചാർട്ട് ഓൾറെഡി വരച്ചിട്ടുണ്ട്. നിഫ്റ്റി എന്താ പറയുക, ഫാൾസ് ഫ്രം ഗ്രേസ് ആണ്. കാര്യം എല്ലാ മൂവിങ് ആവറേജിൻ്റെ ബേസിക്കലി മൊമെൻറ്റം മൂവിങ് ആവറേജസ് EMA 10, 13, 21, 55 4ൻ്റെ താഴെ പോയി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൻ്റെ ശരിക്ക് ഒരു സപ്പോർട്ട് ലൈനിൽ എത്തി നിൽക്കാൻ സപ്പോർട്ട് എടുക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് മുൻകൂട്ടി പ്രവചനമില്ല, നമുക്ക് നാളെ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ നിഫ്റ്റി എത്ര സപ്പോർട്ട് എടുത്താലും നിഫ്റ്റി ഈ ഒരു ഗോൾഡൻ ഞാൻ വരച്ചിരിക്കുന്ന ഒരു സ്ട്രിപ്പിൻ്റെ മേളിൽ കയറാതെ നിഫ്റ്റി ഒരു മൊമെൻറ്റിലായി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. വളരെ ക്ലിയർ ആയിട്ട് എടുത്ത് പറയുന്നു. കാരണം നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ ബൈ ഓൺ ഡിപ്പിൽ നിന്നും സെൽ ഓൺ റൈസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നിഫ്റ്റി മാറിക്കഴിഞ്ഞു. സോ ബേസിക്കലി നമ്മൾ കണ്ടല്ലേ കഴിഞ്ഞ ഏതാനും ദിവസം കൊണ്ട് വിക്സിൽ വന്ന വിക്സ് എന്ന് വെച്ചാൽ ഫിയർ ഫാക്ടർ ഇൻഡെക്സ് ആണ്, വോളറ്റിലിറ്റി ഇൻഡെക്സ് ആണ് ശരിക്കും വിക്സ് എന്ന് പറയുന്നത്. വിക്സിൽ ഫിയർ ഫാക്ടറിൽ 70% ആയിട്ടുള്ള എസ്കലേഷനാണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ഇലക്ഷൻ ബേസ്ഡുള്ള എസ്കലേഷനാണ് വിക്സിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ട്രിപ്പിന് മേളിൽ നിഫ്റ്റി കയറിയാൽ മാത്രമേ നിഫ്റ്റിയിൽ നിഫ്റ്റി ഒരു തിരിച്ച് സെൽ ഓൺ റൈസ് എന്ന മാർക്കറ്റിൽ നിന്നും ബൈ ഓൺ ഡിപ്പിലേക്ക് വീണ്ടും മാറത്തുള്ളൂ. എന്നാണ് കയറുന്നതെന്നുള്ളത് നോബഡി ക്യാൻ പ്രെഡിക്റ്റ്. നമുക്ക് കാത്തിരുന്ന് കാണാം. നിഫ്റ്റി എങ്ങനെ പോകുന്നു അതേപോലെയാണ് നിഫ്റ്റിയുടെ ബാക്കിയുള്ള മിഡ് ക്യാപ്പ് ഇൻഡെക്സും സ്മോൾ ക്യാപ്പ് എല്ലാം ഫോളോ ചെയ്യുന്നത്. നമ്മൾ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കറക്ഷൻ വരുവാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻസ് ആണ് അതിൻ്റെ വരുന്നത്. അതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഇഷ്യൂ. നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും നമുക്കൊന്ന് എടുത്തു നോക്കാം. നമ്മുടെ മുമ്പിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്. നോക്കൂ, ഇന്നിവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു റിജക്ഷൻസ് സോണായിരുന്നു. ആ സോണിൽ റിജക്ഷൻ സംഭവിച്ചു സ്ലൈറ്റായിട്ട് സംഭവിച്ചു. പക്ഷേ അതിനെ വെല്ലുന്ന രീതിയിലുള്ള ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നിട്ട് ഈ ചാനലും കട്ട് ചെയ്ത് താഴെ പോയി. അപ്പം ഈ ഒരു സ്ട്രിപ്പ് ക്രോസ് ചെയ്യണം സ്മോൾ ക്യാപ്പിലും എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഒരു വിശ്വാസം വരാനായിട്ട് ഈ സ്ട്രിപ്പ് ക്രോസ് ചെയ്യണം, ഈ ലെവൽ ക്രോസ് ചെയ്യണം. 16,896 സംതിങ് അറൗണ്ട് 16,900 ഒക്കെ ക്രോസ് ചെയ്താൽ മാത്രമേ ഇവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലസ്സസ് കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി ഈ ലെവലിൽ സപ്പോർട്ട് എടുക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ആ ലെവൽ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാലും ഇതൊരു സ്ട്രോങ് ഡബിൾ ബോട്ടം ലെവലാണ്. ഈ ഡബിൾ ബോട്ടം ലെവലിൽ സപ്പോർട്ട് എടുക്കുമെന്ന് വെച്ചാൽ നമുക്ക് മുൻകൂട്ടി പ്രവചനമൊന്നുമില്ല. വിൽ സി. ഇതാണ് ലെവലെന്ന് പറയുന്നത്. നമുക്ക് ഈ ലെവലിൽ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ കാത്തിരിക്കാം. ഇല്ലെങ്കിൽ വന്നിട്ട് തിരിച്ച് ബൗൺസ് ആവും എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല, നമുക്ക് കാത്തിരിക്കാം. സോ നിഫ്റ്റിയിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡെക്സിൽ ഒന്നാണ് നിഫ്റ്റി കൺസെപ്ഷൻ ഇൻഡെക്സ്. ഇപ്പോഴും ട്രെൻഡ് ചെയ്ത് കയറുന്ന ഒരു ലെവലിലാണ് ആ ഒരു ഇൻഡെക്സ് കിടക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി സർവീസസും അതുപോലെ തന്നെ ഒരു റേഞ്ചിലാണെന്ന് പറയാം. സർവീസസിലും ചെറിയ പുൾ ബാക്സ് ഒക്കെ വന്നിട്ടുള്ളൂ. ആ സർവീസ് ബേസിക്കലി നമ്മൾ നോക്കാൻ നേരത്ത് ആ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാറ്റപ്പെടുന്ന സർവീസസ്. നിഫ്റ്റി 500 ഇൻഡെക്സ് ആണ്. നോക്കൂ, ആ 500 ഇൻഡെക്സിൻ്റെ ശരിക്കും ആ ഒരു സപ്പോർട്ട് സോണിലേക്ക് ക്യാൻഡിൽ വന്നു കഴിഞ്ഞു. ഇവിടെ സപ്പോർട്ട് എടുക്കുമെന്ന് ചോദിച്ചാൽ മാർക്കറ്റിനെ പറയാൻ പറ്റുള്ളൂ. അടുത്ത ദിവസം വളരെ ക്രൂഷ്യലാണ്. ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ പുൾ ബാക്ക് ആണെന്ന് പറയാം. അല്ല, ഇതും കൂടെ കട്ട് ചെയ്ത് താഴെപ്പോവാണെങ്കിൽ വീണ്ടും ഒരുപക്ഷെ ഈ ലെവലിലൊക്കെ വരേണ്ട സാധ്യതകളുണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൽ അത് പറയാൻ സാധിക്കത്തുള്ളൂ. നിഫ്റ്റി ഇൻഫ്ര നോക്കൂ. നിഫ്റ്റി ഇൻഫ്രയും ശരിക്കും പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ ഒരു ചാനൽ സപ്പോർട്ടിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും ഒരു ചാനൽ സപ്പോർട്ടിലാണ് ഇൻഫ്ര കിടക്കുന്നത്. സോ ഈ ചാനലിൽ കട്ട് ചെയ്ത് താഴെ പോകുമെന്ന് വെച്ചാൽ നാളെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. സപ്പോർട്ട് ചെയ്ത് താഴെ പോകുന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ഒരു ക്രിട്ടിക്കൽ ഡേ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം ഇൻഫ്രയെ സംബന്ധിച്ച്. നിഫ്റ്റി ഓട്ടോ നോക്കൂ, തിരിച്ച് പുൾ ബാക്കിലേക്ക് വന്നു. ശരിക്കും ബ്രേക്ക്ഔട്ട് സോണാണ്. ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് പുൾ ബാക്കിലേക്ക് വന്നു. പുൾ ബാക്കിൽ നിന്ന് ജമ്പ് ചെയ്ത് പോകുന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. വിൽ വെയിറ്റ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. സെയിം തന്നെ നമ്മൾ സ്മോൾ ക്യാപ്പിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ശരിക്കും ചാനലിലേക്ക് സപ്പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലെവലിൽ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചു, ഫെയിലുവറായി തിരിച്ച് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് ആണ്. മെറ്റൽ ഇൻഡെക്സും ക്രിട്ടിക്കൽ തിരിച്ച് പ്രീവിയസ് പുൾ ബാക്ക് സോണിലേക്ക് വന്നു കഴിഞ്ഞു. എവിടെയും തിരിച്ച് കയറുമെന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പ്രവചനങ്ങളില്ല. വിൽ വെയിറ്റ് ആൻഡ് സീ. നിഫ്റ്റി PSE ഇൻഡെക്സ് ആണ്. PSE ഇൻഡെക്സും ശരിക്കും പ്രീവിയസ് പുൾ ബാക്ക് സോണിലേക്ക് വന്നു. ബ്രേക്ക്ഔട്ട് കഴിഞ്ഞു, കയറി തിരിച്ച് പുൾ ബാക്ക് സോണിലേക്ക് വന്നു. നമുക്ക് ഇവിടെ റിജക്ഷൻ വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് വിൽ വെയിറ്റ് ആൻഡ് സീ. നിഫ്റ്റി റിയാലിറ്റി ആണ് വേറൊരു ട്രെൻഡിങ് സെക്ടർ. ഓക്കെ, ഇന്നത്തെ ക്യാൻഡിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് ആയിരുന്നു. തിരിച്ചൊരു ബ്രേക്ക്ഔട്ട് സോണിലേക്ക് വന്ന് തിരിച്ചത് അത് സപ്പോർട്ട് എടുക്കുമെന്ന് ചോദിച്ചാൽ അതും വരുന്ന ദിവസങ്ങളിൽ വളരെ നിർണായകമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിഫ്റ്റി FMCG ആണ്. FMCG ശരിക്കും ഒരു ക്രിട്ടിക്കൽ സോണിൽ കിടക്കുകയാണ്. ഇന്ന് FMCG ശരിക്കും ഇത്രയും മോശം മാർക്കറ്റിൽ പോലും ഇൻഡെക്സ് 2.02% കയറിയിട്ട് ശരിക്കും റെസിസ്റ്റൻസ് സോണിലേക്ക് വന്നു എന്ന് പറയാൻ പറ്റും. ഒരു 5 മിനിറ്റ്സ് റിസൾട്ട് വന്നിട്ട് സ്ക്രീനിൽ വന്നിട്ടില്ല. ഞാനതുകൊണ്ട് NSE പോയിട്ടാണ് റിസൾട്ട് നിങ്ങളോട് പറയുന്നത്. ഇംപാക്റ്റബിൾ റിസൾട്ടാണ് ശരിക്കും. നിങ്ങൾ നോക്കൂ, റവന്യൂ ഫോം ഓപ്പറേഷൻ വന്നിട്ട് 6164 ആണ്. എഗൻസ്റ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ 505,006 ആണ്. ആൻഡ് കഴിഞ്ഞ കൊല്ലം ഇത് 17,281 സ്ഥലത്ത് 19,914 വന്നു റവന്യൂ ഫോം ഓപ്പറേഷൻ. എക്സ്പെൻസസ് കഴിഞ്ഞ ശേഷമുള്ള പ്രോഫിറ്റ് ബിഫോർ
നെറ്റ് പ്രോഫിറ്റ് വന്നിട്ട് പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റം ആൻഡ് ബിഫോർ ടാക്സ് വന്നിട്ട് 193 കോടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൂട്ടർ 120 ആയിരുന്നു. സോ ഓൾമോസ്റ്റ് 70 ക്രോസിൻ്റെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഇതേ സമയം 160 കോടിയാണ് 426 കോടിയായിട്ട് കുതിച്ചുയർത്തത്. ഓൾമോസ്റ്റ് 2.5x ആണെന്ന് പറയാൻ പറ്റും. എക്സലന്റ് ക്വാർട്ടറാണ്, എക്സലന്റ് മാർജിൻ എക്സ്പാൻഷൻ ആണ് ശരിക്കും. ഓക്കെ, ക്വാർട്ടർ ബൈ ക്വാർട്ടറിൽ ഒരു ചെറിയ എക്സ്പാൻഷൻ വന്നിട്ടുള്ളൂ. പക്ഷേ ഇയർ ഓൺ ഇയർ നോക്കാൻ നേരത്തെ 120 BPS എക്സ്പാൻഷനാണ് വന്നിരിക്കുന്നത്. റവന്യൂ 6164 കോടി വേഴ്സസ് 5525 കോടി. Q3 റവന്യൂ 5006 കോടി ഉണ്ടായിരുന്നുള്ളൂ. PBT പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ 125% ആണ് YoY വ്യത്യാസം വന്നിരിക്കുന്നത്. PAT-ൽ 110% ആണ് വ്യത്യാസം വന്നിരിക്കുന്നത്. Q4 EPS വന്നിട്ട് 5 രൂപ 80 പൈസ വേഴ്സസ് 2.81. Q3 EPS 2.77 ഉള്ളൂ. Q4 EBITDA വന്നിട്ട് 388 കോടി, അപ്പ് ബൈ 39% ആണ് EBITDA വ്യത്യാസം വന്നിരിക്കുന്നത് YoY. OPM എന്ന് പറഞ്ഞത് 120 BPS വ്യത്യാസം വന്നിട്ടുണ്ട്. എക്സലന്റ് ആണ്. ഓർഡർ ബുക്ക് കേൾക്കണം, 37,000 കോടിയാണ് ഈ കമ്പനിയുടെ ഓർഡർ ബുക്ക്. ആൻഡ് റിസീവ്ഡ് Q1 2025 ഓൾറെഡി ഇവർക്ക് 1036 കോടി ഓർഡർ ഓൾറെഡി റിസീവ്ഡ് ആണ്. EBITDA ഫിനാൻഷ്യൽ 24 എബിറ്റയിൽ 46% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. PBT 165% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. PAT-ൽ 97% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. എക്സലന്റ് റിസൾട്ട് ആണ്. ഓൾ ടൈം ഹൈ റവന്യൂസ് ആണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്.